പുതിയ ഭരണ സംവിധാനം വന്നതോടെ കോഴിക്കോട് റൂറൽ ജില്ലയിൽ വൻതോതിലുള്ള പോലീസുകാരുടെ സ്ഥലമാറ്റ ഉത്തരവുകൾ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയാണ്. സർവീസ് കാലാവധി അവസാനിക്കാറായവരെയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരെയും വരെ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്കുള്ള സ്ഥലമാറ്റമാണ് പ്രധാന ആക്ഷേപം. പോലീസ് അസോസിയേഷൻ ഭാരവാഹികളെയും സജീവ പ്രവർത്തകരെയും തിരഞ്ഞുപിടിച്ച് പ്രതികാര നടപടിയെന്നോണം ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റിയതായും ആരോപണമുണ്ട്. സാധാരണയായി സ്ഥലമാറ്റം നടത്തുമ്പോൾ 1-2 സ്റ്റേഷനുകളുടെ പരിധിയിലുള്ള അടുത്ത സ്ഥലങ്ങളിലേക്കാണ് മാറ്റാറുള്ളത്. എന്നാൽ ഇത്തവണ 25ഓളം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള മറ്റു ദൂര സ്റ്റേഷനുകളിലേക്കാണ് പോലീസുകാരെ മാറ്റിയിരിക്കുന്നതെന്നാണ് ആക്ഷേപം. പറ്റാവുന്നത്ര സേവനമനുഷ്ഠിച്ച് ഇനി കേവലം 1 വർഷം മാത്രം പെൻഷനാവാൻ ബാക്കിയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെയും വിവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെയുമാണ് ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി മാറ്റിയിരിക്കുന്നതായും ആരോപണം. അധികാരികളുടെ ഈ നടപടി പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്നതാണെന്നാണ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന പൊതുവിലയിരുത്തൽ. അനീതിക്കെതിരെ നിരവധി പോലീസുകാർ കോഴിക്കോട് റൂറൽ എസ്.പിക്കും തിരുവനന്തപുരത്തുള്ള പരാതി പരിഹാര സെല്ലിലും പരാതി നൽകിക്കഴിഞ്ഞു. പരാതികളുടെ അടിസ്ഥാനത്തിൽ ചിലരുടെ സ്ഥലമാറ്റ ഉത്തരവുകൾ താൽക്കാലികമായി സ്റ്റേ ചെയ്തതായാണ് വിവരം. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ പരാതിയുമായി എസ്.പിയെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും സമീപിക്കാനാണ് സാധ്യത. പോലീസുകാരുടെ സ്ഥലമാറ്റത്തെ ചൊല്ലി പുതിയ ഭരണ സംവിധാനവും സേനാംഗങ്ങളും തമ്മിലുള്ള ഭിന്നത വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാക്കാനാണ് സാധ്യത.